കാനഡയിലെ ഡൗൺ ടൗണിനെ പറ്റിയിട്ട് നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. വമ്പൻ കെട്ടിടങ്ങൾ, ഹൃദയഭാഗം, അതുപോലെ തന്നെ അടിപൊളി. അപ്പോൾ അതിൽ കാര്യങ്ങളൊക്കെ ശരിയാണ്, പക്ഷേ കുറച്ച് നെഗറ്റീവ് സൈഡ്സ് അല്ലെങ്കിൽ കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള ഡാർക്ക് കാര്യങ്ങൾ ആണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എങ്ങനെ തുടങ്ങല്ലേ? നമസ്കാരം, ബ്ലിസ്ഫുൾ മലയാളിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു ഡൗൺ ടൗൺ അല്ലെങ്കിൽ ഒരു കാനഡയിലെ സിറ്റികളെന്നൊക്കെ പറയുമ്പോഴേക്കും വലിയ വലിയ കെട്ടിടങ്ങൾ, ബിസിനസ്സുകൾ, കാര്യങ്ങൾ എല്ലാം ശരി തന്നെയാണ്. പക്ഷേ ഈ ഡൗൺ ടൗൺ എന്ന് പറയുമ്പോൾ തന്നെ ഹൃദയഭാഗം എന്നുള്ള രീതിയിൽ നമ്മളിപ്പോൾ ലണ്ടനിലാണെങ്കിൽ ലണ്ടൻ ഡൗൺ ടൗൺ ഉണ്ട്, ടൊറൻറ്റോയിലുണ്ട്, തണ്ടർബേയിലുണ്ട്, എല്ലായിടത്തും അതിൻ്റെ ഒരു ഭാഗങ്ങളുണ്ട്. അപ്പോൾ അവിടുത്തെ നല്ല കാര്യങ്ങളെല്ലാം നമുക്കറിയാം, പക്ഷേ അതിൻ്റെ ഒരു ഡാർക്ക് സൈഡാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടങ്ങളിൽ ഈ ഒരു നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാം പണക്കാരികൾ, വലിയ വലിയ വണ്ടികൾ, വലിയ വലിയ ബിസിനസ് ആളുകൾ, അങ്ങനെ ഒരുപാട് പേരെ കാണാൻ പറ്റും. അതിനോടൊപ്പം തന്നെ കാണുന്ന കുറച്ച് ആളുകളാണ് റോഡ് സൈഡിലിരിക്കുന്ന പിച്ചക്കാർ, ഇഷ്ടം പോലെയാണ്. ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ ഈ ബാക്കിയുള്ള സ്ട്രീറ്റുകളിൽ വെച്ചിട്ട് ഒരു സിറ്റിയിലെ മെയിൻ ഡൗൺ ടൗണിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഡ്രഗ് യൂസ് ചെയ്യുന്നവർ, പിച്ചക്കാർ, അതുപോലെ തന്നെ ഈ കാറ് മോഷ്ടിക്കുന്ന കള്ളന്മാർ, അങ്ങനെ ഒരുപാട് ആൾക്കാരെ നമുക്ക് അവിടെ കൂടുതലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അത് വേറൊരു വശമാണ് ആ ഒരു ഇതിൻ്റെ. അതുപോലെ തന്നെ നമുക്ക് പല ഈ നമ്മൾ കേട്ടിട്ടുണ്ടാകും, ഈ ടൊറൻറ്റോയിലൊക്കെ വെച്ചിട്ട് ഷൂട്ട് ഔട്ട് നടന്നു. അപ്പോൾ അതെവിടെ വെച്ചാണ് നടന്നിരിക്കുന്നത്? ഒരു ഡൗൺ ടൗൺ ഭാഗത്ത് വെച്ചിട്ടാണ് ഇതൊക്കെ നടന്നിരിക്കുന്നത്. എന്ന് വെച്ചിട്ട് അവിടെ പോകരുത് അല്ലെങ്കിൽ അത് ഡേഞ്ചറസ് ആണ് അങ്ങനെ ഒന്നും പറയുന്നില്ല. ഒരുപാട് പേര് പോകുന്നുണ്ട്. കാരണം എന്താ, ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ബിസിനസ്സുകൾ, ഒരുപാട് വലിയ വലിയ കമ്പനീസ്, വലിയ വലിയ വീടുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടി, ഈ ഒരു ഡൗൺ ടൗണിലൊക്കെ നമ്മളൊരു വീടൊക്കെ റെൻറ്റിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി ആ ഒരു സിറ്റികളിലെ ബാക്കിയുള്ള സ്ട്രീറ്റിൽ അല്ലെങ്കിൽ വേറെ സ്ഥലങ്ങൾ വെച്ച് നോക്കുമ്പോഴേക്കും വളരെയധികം കൂടുതലായിരിക്കും, റെൻറ്റ് കൂടുതലായിരിക്കും, പാർക്കിങ്ങിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, മിക്ക സ്ഥലവും പേ ആൻഡ് പാർക്കായിരിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളും ഈ ഒരു ഡൗൺ ടൗൺ വെച്ച് നോക്കുമ്പോൾ, നമ്മളൊരു സിറ്റിയിലെ ഡൗൺ ടൗൺ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. എന്നിരുന്നാലും നമ്മുടെ സേഫ്റ്റി എപ്പോഴും നോക്കുക. പിന്നെ രാത്രികളിലൊക്കെ പോകുമ്പോഴേക്കും നമുക്ക് ഇതുപോലുള്ള ഈ ഒരു ഡ്രഗ് യൂസ് ചെയ്യുന്നവരും പിച്ചക്കാരും ഈ മോഷ്ടാക്കളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കുക. ഇന്ന വഴി പോകുമ്പോൾ ഒന്നെങ്കിൽ കൂടെ ആളുകളുണ്ടാവാൻ വേണ്ടി നോക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രിക്വേഷൻസ് കയ്യിൽ കരുതുക. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. കാരണം അറിയാമല്ലോ, ഞാൻ ഈ പറഞ്ഞ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ തന്നെ. പിന്നെ ഇത് പറയാനുള്ളൊരു കാരണം, മിക്കവരും വിചാരിച്ചിരിക്കുന്നത് എല്ലാ ഭാഗവും സേഫാണ്, എല്ലായിടത്തും നമുക്ക് സേഫൊക്കെയാണ്. പക്ഷേ ഈ ഡൗൺ ടൗണിലാണെന്നുണ്ടെങ്കിൽ തന്നെ ചില ഭാഗങ്ങളിലായിരിക്കും ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത്. ചില സ്ഥലം സേഫായിരിക്കും. അങ്ങനത്തെ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിൽ വയ്ക്കുക. അപ്പോൾ എങ്ങോട്ടാണോ നമ്മൾ പോകുന്നത് അതിനെപ്പറ്റി നന്നായിട്ടൊന്ന് പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. അതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്, ഈ ഒരു ഡൗൺ ടൗൺ അല്ലെങ്കിൽ ഈ ഒരു സിറ്റി അല്ലെങ്കിൽ ഇവിടെ അങ്ങനെയാണ്, സ്വർഗമാണ് എന്ന് നമ്മൾ പറയുമ്പോൾ അതൊക്കെയാണ്. അതിനോടൊപ്പം തന്നെ ഇന്നിന്ന പ്രശ്നങ്ങളും ഇന്നിന്ന കാര്യങ്ങളും നടക്കുന്നുണ്ട് എന്നതുകൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് പറയുമ്പോൾ കുറച്ച് പേര് വിചാരിക്കും, അതെന്താടാ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള സ്ഥലത്തൊന്നും ഇല്ലേ, ഈ ഡൗൺ ടൗണിൽ മാത്രമുള്ള പ്രശ്നങ്ങൾ? അല്ല, ബാക്കിയുള്ളിടത്തും ഉണ്ട്. പക്ഷേ കമ്പാരിറ്റീവ്ലി അവിടങ്ങളിലൊക്കെ കുറവായിരിക്കും എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുമാത്രമല്ല, നിങ്ങൾക്കൊക്കെ ഇപ്പോൾ ഒരു ഡൗൺ ടൗണിൽ അല്ലെങ്കിൽ നല്ലൊരു ജോലിയും കാര്യങ്ങളും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മാറണം, ഉറപ്പായിട്ടും പോകണം. പക്ഷെ നമ്മുടെ സേഫ്റ്റി ഒന്ന് കരുതുക, നമ്മൾ ഒന്ന് പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക, സറൗണ്ടിങ്സൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. ഒരു ഡാർക്ക് സൈഡ് എല്ലാം നമ്മളിങ്ങനെ പൊക്കി പറയുമ്പോഴേക്കും അവിടങ്ങളിലെ ഒരു ഡാർക്ക് സൈഡൂടെ നമ്മൾ കാണിക്കണമല്ലോ. അപ്പോൾ അതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. പിന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ ശ്രീഹരി, സൈനിങ് ഓഫ്.